കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ഈശോ നമ്മളിലേക്ക് കടന്നു വരുന്നു. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആഗതനാകുന്ന ഈശോയെ ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്കും സ്വാഗതം ചെയ്യാം. ഈശോ നിന്നെ അനുഗ്രഹിക്കാൻ വരുന്നു. ഈശോ നിന്നെ സ്നേഹിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ കർത്താവ് കടന്നു വരുന്നു. കർത്താവിന്റെ സ്നേഹത്തോടെ നമുക്ക് വരവേറ്റുകൊണ്ട് ആലപിക്കാം. തുല്യം ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ, തുല്യം
കൃപാസന പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഏറ്റുചൊല്ലുന്നത്. ധന്യമായ അൾത്താരയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള വലിയ ബോധ്യത്തിൽ അമ്മയുടെ മധ്യസ്ഥയിൽ കർത്താവിനോട് ചേർന്ന് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശ്വരിക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശ്വരിക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരിക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരിക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരിക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗവും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം.
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ഈ അനുഗ്രഹവേളയിൽ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ആമേൻ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ യേശുവേ ആരാധന. ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ സ്തുതി, യേശുവേ മഹത്വം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹപാരമ്യമേ, എന്നുള്ളിൽ നീ വന്നിടണേ. അലിവുള്ള എൻ ദൈവമേ, എന്നുള്ളിൽ നീ വന്നിടണേ. അലിവുള്ള എൻ ദൈവമേ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഇരിക്കുക. പ്രിയമുള്ളവരെ, നമ്മൾ തീർത്ഥാടന ഉടമ്പടി എടുത്തവർ കൃപാസനത്തിലെത്തിയും ഓൺലൈനായും ഉടമ്പടി ധ്യാനം കൂടുന്ന ഒരു വിശുദ്ധമായ മുഹൂർത്തങ്ങളാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഉടമ്പടി ധ്യാനം കൂടുന്നത്? അതിനർത്ഥം ഉടമ്പടി ബോധ്യങ്ങൾ ലഭിച്ചാൽ മാത്രമേ നമുക്ക് ഉടമ്പടി നടപ്പിൽ വരുത്താൻ പ്രത്യേക ഊർജം നമുക്ക് ലഭിക്കാൻ വേണ്ടിയാണ് ഉടമ്പടി ധ്യാനം കൂടുന്നത്. കാര്യം ലോകത്തിലെ ഈ ഒരു കുഞ്ഞു ധ്യാന കേന്ദ്രത്തിലാണ് പരിശുദ്ധ അമ്മ ഉടമ്പടി എന്ന മഹത്തായ പ്രാർത്ഥന ദാനമായി നൽകിയത്. അത് ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് ഇരിക്കട്ടെ എന്നും പറഞ്ഞ് തന്നതല്ല. 1987 മുതൽ അമ്മേ എന്നും പറഞ്ഞ് നടന്ന ഒരു യാത്രയുണ്ട്. അത് ജപമാല ജീവിത ദർശന ധ്യാനങ്ങളുമായി കേരളത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും കണ്ണൂർ കുഞ്ഞുമംഗലം തൊട്ട് തിരുവനന്തപുരം പുത്തൻതോപ്പ്, ഇടുക്കി ശാന്തമ്പാറ, അങ്ങനെ 107 ധ്യാനങ്ങൾ ജപമാല ജീവിത ദർശന ധ്യാനം നടത്തി 2002. അതുക്ക് മുമ്പ് മരിയൻ വർഷമെന്നും പറഞ്ഞ പരിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ മരിയൻ വർഷം പ്രഖ്യാപിച്ചു 1987. അത് സുവിശേഷ പ്രഘോഷണ ദശകത്തിൻ്റെ ഭാഗമായി 90 മുതൽ 2000 വരെയുള്ള മഹാജൂബിലിയോട് എൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കാണ് മരിയൻ വർഷം സ്ഥാപിച്ചത്. അപ്പോൾ ഞാനൊരു ഇടവകയിലായിരുന്നു ജോലി ചെയ്തത്. കാട്ടൂരെന്ന് പറയുന്ന ആലപ്പുഴ കാട്ടൂർ. 1200 വീട്ടുകാർ അന്നുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ചെയ്ത ആ വർക്ക് അച്ഛന്മാർ ചെയ്യണത് 4 അച്ഛന്മാരാണ് അവിടെ ഉള്ളത്. ഇപ്പം അന്ന് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. കാര്യം 1200 വീട് ഉണ്ട്. വലിയ ആ ഇടവക ഇപ്പം 3 ഇടവകയായി. അന്ന് ഈ വീടുകളിലെല്ലാം കയറി ഇറങ്ങിയിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? മാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് ഘോഷയാത്ര വരുന്നു, പ്രാർത്ഥനയാത്ര വരുന്നു, നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറയാൻ വേണ്ടി വീടാൻ തുടങ്ങി കയറി ഇറങ്ങി ജപമാല ചെല്ല്. 2.5 മാസത്തെ മിഷൻ വർക്കാണ്. അപ്പം മാതാവ് ഒരു ആഗസ്റ്റ് 11-ാം തീയതി വന്ന് രാത്രി മാതാവിൻ്റെ തിരുസ്വരൂപം കൊണ്ട് കൊച്ചിയിൽ നിന്ന് ആലപ്പുഴയ്ക്ക് വന്ന യാത്രയിൽ ഈ ഇടവക്കാർ മുഴുവനും മെഴുകുതിരിയും കത്തിച്ച് രാത്രി റോഡിൽ വരും 7000-ഓളം പേര്. അപ്പം നമ്മൾ നടന്നൊരു വഴി പെട്ടെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് ഉടമ്പടിയൊക്കെ നിങ്ങൾ ലൈറ്റേക്കാൻ്റെ പേർ റിക്വസ്റ്റ് എന്നും പറഞ്ഞ് ചുമ്മാ ഒരു റിക്വസ്റ്റ് ഇടുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ്? ഇപ്പം കഴിഞ്ഞ ദിവസം കെസിയ എന്നും പറഞ്ഞ ഒരു സഹോദരി ഒരു സാക്ഷ്യം പറഞ്ഞിവിടെ നിങ്ങൾ കേട്ട് കാണുമല്ലേ, കെസിയയുടെ സാക്ഷ്യം. അവർക്ക് ലിംഫോമയാണ്. അവർ UK-യിലാണുള്ളത്. അപ്പോൾ ലിംഫോമ ആയത് എന്ന് വെച്ചാൽ അത് ക്യാൻസറാണ്. അപ്പോൾ അവരുടെ അമ്മയാണ് ഇവിടെ ഉടമ്പടി ചെയ്തത്. ഉടമ്പടി ചെയ്തിട്ട് വളരെ അവരുടെ അവസ്ഥ അറിയാമല്ലോ, ഒരു ആകപ്പാട് ഒരു മകളുള്ളത്. ഇങ്ങനെ അതായത് അവർ കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് തരണത്, അച്ഛാ എൻ്റെ മകൾക്ക് ക്യാൻസറാണ്, പക്ഷേ അവളിവിടെ ഇല്ല, അവൾ UK-യിലാണ്, അവളുടെ ഫോട്ടോയാണെന്ന് പറയും. ഫോട്ടോയാണെന്ന് പറഞ്ഞ് എനിക്ക് തരണത് ഒരു മൊബൈലാണ്.
അപ്പം മൊബൈലിൽ ഞാൻ പരിശുദ്ധ അമ്മയുടെ രൂപത്തിൽ വെച്ചിട്ട് ആ വെക്കണ സമയത്ത് തന്നെ അമ്മ ആ ഒരു മെസ്സേജ് പറയും, ഇവൾക്ക് കുഴപ്പമൊന്നുമില്ല, ഇവളുടെ അമ്മയ്ക്കാണ് അസുഖമെന്ന് പറയും. ഉടനെ ഞാൻ വന്നിട്ട് ഉടനെ കെസിയുടെ അമ്മയോട് പറയും, ചേച്ചി അവർ എങ്ങനെയാലും 10-60 വയസ്സ് ഇങ്ങനെ കൂടുതലുള്ളതാണ്. ഞാൻ പറഞ്ഞു, ചേച്ചി കെസിയയ്ക്ക് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്, പിന്നെ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അസുഖമുണ്ടെന്ന് പറഞ്ഞു. അസുഖമുണ്ടെന്ന് ഞാൻ നേരിട്ട് പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങ് അസുഖമുണ്ടെന്ന് പറഞ്ഞാൽ അവർ വേണേൽ പ്ലസ്സിൽ ഇവിടെ വീഴും, അത് പറഞ്ഞില്ല. പക്ഷേ ഒരു കുറച്ച് നാളിനുള്ളിൽ ലിംഫോമയിൽ ലോകത്തിലെ 2ാമത്തെ ഡോക്ടറാണ് അവളെ ചികിത്സിക്കണമെന്നാണ് അവൾ പറഞ്ഞത്. 7 പെറ്റ് സ്കാനുകൾ ഇങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ 4 ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലെല്ലാം ഉണ്ടെന്ന് തന്നെയാണ് പറയണത്. പക്ഷേ ഇവൾ വിശ്വസിക്കണത് എന്താണ്? മാതാവ് പറഞ്ഞിട്ടുണ്ട് ഇല്ലെന്ന്. അതാണ് വിഷയം. ശാസ്ത്രം ഇങ്ങനെ ഓരോ കാര്യം പറയുമ്പോൾ ആ വ്യക്തി അവിടെ ലോജിക്ക് എന്ന് പറയണത് നമ്മുടെ റീസൺ യുക്തിയെ വിശ്വാസം കൊണ്ട് വെട്ടാൻ പറ്റും. പലർക്കും വരുന്ന വിഷയം പലരുടെ യുക്തിയെ കൊണ്ട് വിശ്വാസം വെട്ടുകയാണ് ചെയ്യണത്. ഇവിടുന്ന് നിങ്ങൾ രക്ഷപ്പെടണം. ഇതൊരു വിഷ്വ സർക്കിളാണ്. സ്പിരിച്വലിൻ്റെ ഒരു മേഖലയുടെ ഒരു വിഷ്വ സർക്കിള്, വിഷമസന്ധിയാണ്. പലപ്പോഴും വിശ്വാസത്തെക്കാൾ ഒരു റീസൺ ഇങ്ങനെ കയറി നിൽക്കും. എന്നിട്ട് യുക്തി വിശ്വാസത്തെ വെട്ടിക്കൊണ്ടിരിക്കും. എന്നിട്ട് നിങ്ങളുടെ വിശ്വാസ ജീവിതം ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അതിന് പകരം തിരിച്ചു വരണം. ഈ വിശ്വാസം യുക്തിയേക്കാൾ ശക്തി പ്രാപിച്ചിട്ട് യുക്തിയെ വെട്ടിക്കൊണ്ടിരിക്കണം. എന്നിട്ട് വിശ്വാസം നിങ്ങളിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കണം. എന്താ അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു നേഴ്സിംഗ് പ്രൊഫസർ ഒരു സാക്ഷ്യം പറഞ്ഞിവിടെ. അവരുടെ സാക്ഷ്യം യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അവരുടെ സാക്ഷ്യം അവരുടെ കുഞ്ഞിനെ അബ്ഡോമനിൽ എന്തോ ഭയങ്കരമായ ആ രോഗത്തിൻ്റെ പേരെനിക്കറിയത്തില്ല, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. എന്നുവെച്ചാൽ നമ്മുടെ കോശങ്ങളെ തിന്നുകൊണ്ടിരിക്കണം. ദാറ്റ് മീൻസ് കൊളാപ്സ് ആകും കൊച്ച്. അപ്പോൾ ഇവൾക്ക് അവളുടെ കുട്ടിക്ക് ഈ കോശങ്ങളെ ഇങ്ങനെ കൊളാപ്സ് ആയിക്കൊണ്ടിരിക്കുന്ന കാരണം കുടലെല്ലാം അജീർണം ബാധിച്ച് പിന്നെ കുഞ്ഞ് വെയിറ്റ് ലൂസ് ചെയ്ത് മരുന്ന് പിടിക്കണില്ല, ഭക്ഷണം പിടിക്കണില്ല, കുഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അപ്പോൾ ഇവൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ അവൾക്ക് നഴ്സിംഗ് പ്രൊഫസറായത് കാരണം അവൾ പറയണത്, അമ്മ അവളോട് പറയുന്നുണ്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോളെ ലൈറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റഡ് എന്നൊക്കെ പറയുമ്പോഴേ അവൾ ചിന്തിക്കണമെന്ന് വെച്ചാൽ അവൾ പറഞ്ഞു ആ ലോജിക്ക് എനിക്ക് മനസ്സിലാകണില്ല. അവർ പറഞ്ഞ നഴ്സിംഗ് പ്രൊഫസർ പറയണത് ആ ലോജിക്ക് എനിക്ക് പിടികിട്ടില്ല, എൻ്റെ കുഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുന്നത് ദാറ്റ്സ് ഓക്കെ. പക്ഷേ ഈ ലൈറ്റക്കാൻ്റെ ഞാനൊരു വേറെ ഭൂഖണ്ഡത്തിരുന്നുകൊണ്ട് ഇവിടെ ആലപ്പുഴ ഒരു മാതാവുണ്ട്, അവിടെ കൊണ്ടുവന്ന് ലൈറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റിന് കമ്പ്യൂട്ടറിൽ ഞാനൊരു ആപ്ലിക്കേഷൻ നടത്തിയാൽ എങ്ങനെയാണ് എൻ്റെ കുഞ്ഞ് സുഖപ്പെടുന്നത്? ഇങ്ങനെ അതാണ് അവൾ പറയണത്. അവൾ ഇവിടെ സാക്ഷ്യം കുഞ്ഞിനെ കൊണ്ട് സാക്ഷ്യം പറയുമ്പോൾ അവൾ ആദ്യം പറഞ്ഞത് നഴ്സിംഗ് പ്രൊഫസർ സാക്ഷ്യം പറഞ്ഞത് ആ ലോജിക്ക് എനിക്ക് പിടികിട്ടണില്ല എന്നാണ്. ഞാൻ എന്ത് ചെയ്തു, എനിക്ക് പിടികിട്ടുന്ന ചില ലോജിക്കുകളുണ്ട്, ശാസ്ത്രം പറഞ്ഞു തന്നിട്ടുള്ള ലോജിക്കുകളുണ്ട്. അത് ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ഞാൻ 1 by 1 ആയിട്ട് ഇങ്ങനെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഇൻഡൈജഷനിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഡോക്ടേഴ്സ് എന്താ പ്രിസ്ക്രൈബ് ചെയ്യണത്, ഓരോ വെബ്സൈറ്റും ഞാൻ അന്വേഷിച്ചു എന്താ പ്രിസ്ക്രൈബ് ചെയ്യപ്പെടുന്നത്. അതിന് പറ്റുന്ന രീതിയിൽ ഞാൻ എൻ്റെ കുഞ്ഞിന് ആഹാരം ക്രമീകരിച്ചു, മരുന്നിനെ ക്രമീകരിച്ചു. പക്ഷേ നോ യൂസ്. 3 മാസം അങ്ങനെ ഞാൻ ഇതിനെ ഈ ഗൂഗിൾ സെർച്ച് ചെയ്ത് ഡോക്ടേഴ്സിൻ്റെ ഞാൻ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷൻ കിട്ടി പോയിട്ടും എൻ്റെ കുഞ്ഞിങ്ങനെ ഡൗണായി വന്നേക്കാൾ ഇവർ മാർഗമൊന്നുമില്ല. അങ്ങനെ മാർഗ സമയത്താണ് ഞാൻ അമ്മയെ കൊണ്ട് ഉടമ്പടി ചെയ്യിക്കണത്. ഉടമ്പടി ചെയ്ത് ഞാൻ തന്നെ ഒരു നേർച്ച നേർന്നു, ഞാൻ നാട്ടിൽ വരുമ്പോൾ ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി ചെയ്തോളാമെന്ന് നമ്മൾ ഓഫർ ചെയ്യുമ്പോൾ വരുന്ന ഒരു വിഷയം അത് ചെയ്ത പോലെയാവും. കാര്യം നമ്മളൊരു വ്യക്തിയോടല്ല പറയണത്, ദൈവത്തോടാണ് പറയണത്. ഞാൻ ഉടമ്പടി ചെയ്തോളാമെന്ന് പറയലേ, അപ്പോഴത് ചെയ്ത പോലെയാവും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് അറിയാം നിങ്ങളത് ചെയ്യുമെന്ന്. അതാണ് വിഷയം. നിങ്ങളത് ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാം. ഇപ്പം ചില ആൾക്കാർ ചെയ്യുമെന്ന് പറഞ്ഞാലും ചെയ്യത്തില്ലല്ല, അതും ദൈവത്തിന് അറിയാം. അതുകൊണ്ട് നമ്മൾ ദൈവത്തോടൊരു കാര്യം പറയുമ്പോൾ ചില കാര്യങ്ങൾക്ക് ലൈറ്റ്നിങ് ഇഫക്റ്റ് ഉണ്ടാകാൻ കാരണം നിങ്ങളത് ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഇവൾ നേഴ്സിംഗ് പ്രൊഫസർ ഉടമ്പടി ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞ് ആ സമയത്ത് തന്നെ ഹീലിംഗ് പ്രോസസ്സ് തുടങ്ങി. തുടങ്ങിയിട്ടതിന് ശേഷം കുഞ്ഞിന് സംഭവിക്കുന്നത് അവരുടനെ ഈ അടയാളം കിട്ടിയ ഉടനെ അവർ നാട്ടിൽ വന്ന് ഉടമ്പടി ചെയ്തിട്ട് ഈ ഉടമ്പടി തൈലം കൊണ്ടുവന്ന് കുഞ്ഞിന് വയറ്റിൽ പുരട്ടി കൊടുക്കും. വയറ്റിൽ പുരട്ടി കൊടുക്കുന്ന പിന്നെ സഡൻ ഹീലിംഗ് ആണ്.
സഡൻ ഹീലിംഗാണ് ഉണ്ടാകേണ്ടത്. അത് കുഞ്ഞിപ്പോൾ പൂർണ്ണമായും സൗഖ്യപ്പെട്ടിരിക്കണം. ഈ കുഞ്ഞ് മരിച്ചു പോകേണ്ട കുഞ്ഞാണ് ശരിക്കും. പക്ഷേ അവൾ ഉപയോഗിക്കുന്ന വാക്ക് ഞാൻ ലോജിക്കായിട്ടാണ് വിഷയം കണ്ടതെന്നാണ് എല്ലാ വിഷയങ്ങളും. കാര്യം ഞാൻ അങ്ങനെ പഠിച്ചു വെച്ചേക്കേണ്ടത് സയൻസിൻ്റെ ഒരു മെത്തേഡ് അനുസരിച്ച്. ഞാൻ സയൻസിനെ കുറ്റം പറയുകയല്ല. എന്താ പ്രശ്നം, ഞാൻ പറയുന്നത് നിങ്ങൾ പലപ്പോഴും നമ്മളിങ്ങനെ ട്രെയിൻഡ് കാരണം ലോജിക്കലായിട്ട് ട്രെയിൻഡ് ആയത് കാരണം ചില കുറച്ച് കൂടുതൽ വിദ്യാഭ്യാസം ചെന്നു പോയവർക്ക് ചില സമയത്ത് വിശ്വാസം ഇമ്പോസ് ചെയ്യാൻ ഇത്തിരി സമയമെടുക്കും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ദാറ്റ് ഇസ് മൈ പോയിന്റ്. അത് പറ്റത്തില്ല. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. അതിനോട് ചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവായ ദൈവമേ, എൻ്റെ യുക്തിയുടെ ഒപ്പം തന്നെ അതിലംഘിക്കുന്ന വിശ്വാസത്താൽ എന്നെ പരിശുദ്ധ അമ്മയെ പോലെ അഭിഷേകം ചെയ്യണമേ. എൻ്റെ യുക്തിയേക്കാൾ എന്നിൽ വിശ്വാസം ദൈവമേ അങ്ങ് വളർത്തിയെടുത്തുകൊണ്ട് വിശ്വാസ പ്രയോഗത്തിലെ എനിക്ക് ബോധ്യങ്ങൾ നൽകണമേ. വിശ്വാസ പ്രയോഗത്തിലെ എനിക്ക് ബോധ്യങ്ങൾ നൽകണമേ. ശ്രദ്ധിക്കട്ടെ, ഞങ്ങളെ ധന്യരാക്കണമേ. ഹല്ലേലൂയ. ഒരുമിച്ച് പാടുക സന്തോഷത്തോടെ. ഹൃദയം തേടിടുന്ന സ്നേഹമേനി ശ്രദ്ധിക്കട്ടെ 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 എല്ലാവരും ശ്രദ്ധിക്കട്ടെ, ശബ്ദമായി ശ്രദ്ധിക്കട്ടെ. കർത്താവിന്റെ ഉന്നതമായ നാമം ശ്രദ്ധിക്കട്ടെ. കർത്താവേ, കർത്താവേ, സാക്ഷികൾക്കെല്ലാം അനുഗ്രഹം നൽകിയ ഇതുപോലെ അങ്ങനെ മക്കൾക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവർ കർത്താവേ അനുഗ്രഹത്താൽ അഭിഷേകം ചെയ്യണമേ. അനുഗ്രഹത്താൽ അഭിഷേകം ചെയ്യണമേ. അനുഗ്രഹത്താൽ അഭിഷേകം ചെയ്യണമേ. വിശ്വാസത്താൽ അഭിഷേകം ചെയ്യണമേ. വിശ്വാസത്താൽ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇപ്പോൾ എഴുന്നേൽക്കുക. ശ്രദ്ധിക്കട്ടെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. രോഗമുള്ളവർ രോഗമുള്ളിടത്തെല്ലാം കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. രോഗമുള്ളവരിടത്ത് കൈവച്ച് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ പലതരത്തിലുള്ള വിഷയങ്ങളില്ലേ, വസ്തു വിൽപ്പന, കടങ്ങൾ, അവരൊക്കെ കൈ ഉയർത്തി പ്രാർത്ഥിക്കണം. രോഗമുള്ളവർ കൈ ഉള്ളിടത്താണ് രോഗമുള്ള. ഇപ്പോൾ ഓൺലൈനിലുള്ളവർ ശ്രദ്ധിക്കണം കേട്ടോ. ഓൺലൈനിലുള്ളവർ എപ്പോഴും ശ്രദ്ധിക്കണം. അവർ രോഗമുള്ളയിടത്ത് കൈവെക്കണം. എന്ത് രോഗമായാലും, PCOD, അതുപോലെ തന്നെയുള്ള മറ്റു രോഗങ്ങൾ, തൈറോയിഡ്, ക്യാൻസർ, കരരോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, ഹൃദയരോഗങ്ങൾ, സോറിയാസിസ് രോഗങ്ങൾ, സർവാംഗൻ രോഗമാണെങ്കിൽ രണ്ട് കൈയും പിണച്ച് ശരീരം മൊത്തം കർത്താവിന് കൊടുത്തതുപോലെ ഇങ്ങനെ സമർപ്പിച്ചത് നിന്നാൽ മതി. കർത്താവേ,
ഞങ്ങൾ മുഴുവനായി ഞങ്ങളെ അങ്ങേക്ക് നൽകുന്നു. കടങ്ങളുള്ളവർ കൈപൊക്കി നിൽക്കണം, പ്രാർത്ഥിക്കണം. മക്കളില്ലാത്തവരും കൈപൊക്കി നിൽക്കണം, കൈ ഉയർത്തി പ്രാർത്ഥിക്കണം. ജോലിയില്ലാത്തവർ, ടെസ്റ്റ് എഴുതുന്നവർ, പരീക്ഷ എഴുതുന്നവർ, പോയി കഴിഞ്ഞവരെ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ കൈപൊക്കി പ്രാർത്ഥിക്കണം. കോടതി കേസുള്ളവർ കൈപൊക്കി പ്രാർത്ഥിക്കണം. അതുപോലെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മണ്ഡലങ്ങളിലെ പ്രയാസങ്ങളിലൂടെ ഞെരുക്കത്തിലേക്ക് കടന്നു പോകുന്നവർ കൈപൊക്കി പ്രാർത്ഥിക്കണം. രോഗമുള്ളവർ മാത്രം ആ രോഗമുള്ളിടത്ത് കൈവച്ച് പ്രാർത്ഥിക്കണം. അച്ഛൻ രണ്ടിനെയും കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ട് പ്രെയർ ചെയ്യാൻ പോവുകയാണ്. കർത്താവ് നിങ്ങളെ സഹായിക്കുന്ന സമയമാണ്. അമ്മ ജ്വലിക്കുന്ന മധ്യസ്ഥമായിട്ട് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ കൈവിട്ട് കളയത്തില്ല. കർത്താവ്, ഞാൻ അങ്ങയുടെ തിരുസേനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞാൻ അങ്ങയുടെ തിരുസേനയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. രോഗമുള്ളവരെല്ലാം അങ്ങ് സ്പർശിക്കണം. അവിടെ കൈകളുടെ പകരം അങ്ങയുടെ കൈകൾ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ കൈകൾക്ക് പകരം അങ്ങയുടെ കൈകൾ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കൈകൾ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുമുറുവാർന്ന വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗമുള്ളിടത്ത് കർത്താവേ, അങ്ങയുടെ തിരുമുറുവാർന്ന വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആണിപ്പടുതാർന്ന അത്ഭുതകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ ഇപ്പോഴേ ഉള്ളക്കാലം മുതൽ ഉച്ചവരെ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തത്താൽ കഴുകപ്പെടേണ്ട മാരക രോഗങ്ങൾ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. അരികിൽ വരണമേ, സദയം തുടരേ, സുഖമായിടും എൻ്റെ ഉള്ളം. ഇപ്പോഴും നിങ്ങളൊന്ന് മുട്ട നിൽക്കുക. ഒരു നിമിഷം മൗനമായിട്ട് മക്കൾ ആരാധനയ്ക്ക് വന്ന കാര്യങ്ങൾ, ഉടമ്പടി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ചെയ്ത കാര്യങ്ങളൊക്കെ മൗനമായിട്ട് ആരാധനയ്ക്ക് മൗനമായി സമർപ്പിക്കുക. അതിൻ്റെ മേലാണ് ആശീർവാദം കിട്ടാൻ പോണത്. മൗനമായി പ്രാർത്ഥിക്കുക. കണ്ണടച്ച് മൗനമായിട്ട് പ്രാർത്ഥിക്കുക. ശിരസ്സ് നമിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. സഭയുടെ മേൽസാധികാരം ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുവാനുള്ള വലിയ സഭയ്ക്ക് വേണ്ടി ആരാധന വെച്ചിരിക്കുന്ന എല്ലാ മക്കളുടെയും യോഗങ്ങളെ എല്ലാവരെയും ആരാധന സാക്ഷികളായി ഉയർത്തണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,